മക്കൾ എന്നും മാതാപിതാക്കളുടെ സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ ഒരു കരട് വീണാൽ നമുക്ക് താങ്ങാൻ കഴിയില്ല. മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ സ്നേഹത്തോടെ അവരെ വിളിച്ചിരുത്തി തെറ്റു പറഞ്ഞ് മനസ്സിലാക്കുക. സ്നേഹം കൊണ്ടേ സ്നേഹം വാങ്ങാൻ കഴിയൂ. തനിക്ക് വേദനിക്കുന്നതുപോലെ മറ്റുള്ളവർക്കും വേദനിക്കും എന്ന ചിന്ത ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായാൽ മതി. അപ്പോൾ ആർക്കും ആരെയും ദ്രോഹിക്കാനോ വെറുക്കാനോ വേദനിപ്പിക്കാനോ കഴിയില്ല. നമ്മുടെയൊക്കെ ദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ? പറയണ്ട എന്ന് കരുതിയ പല കാര്യങ്ങളും നമ്മളെക്കൊണ്ട് വിളിച്ചു പറയിക്കും. മനസ്സിൽ സൂക്ഷിച്ചു വെച്ച എല്ലാം നമ്മൾ പറഞ്ഞു പോകും. അത് ഒരുപാട് പ്രശ്നങ്ങൾക്കും ദുഃഖങ്ങൾക്കും കാരണമാകും. പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോൾ നിയന്ത്രിക്കുക. ബന്ധങ്ങൾക്ക് മുറിവ് പറ്റാൻ കാരണം നമ്മുടെ ദേഷ്യമാവാതിരിക്കട്ടെ. എല്ലാ സ്നേഹബന്ധങ്ങളുടെയും കുടുംബ ബന്ധങ്ങളുടെയും ആയുസ്സ് കൂട്ടുന്നത് താഴ്ന്നു കൊടുക്കാൻ മനസ്സുള്ള ചില മനുഷ്യരാണ്. അവർക്ക് പ്രധാനം വിജയമല്ല, അവർ ഇഷ്ടപ്പെടുന്നവരുടെ സ്നേഹമാണ്. ഒന്ന് താഴ്ന്നു കൊടുക്കുന്നതിലൂടെ ഒരു വലിയ പിണക്കം മാറുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. ആരോടും പങ്കുവെക്കാൻ പറ്റാത്ത കുറേ സങ്കടങ്ങളുണ്ട്. സഹിക്കാനും പറ്റുന്നില്ല, ആരോടും പറയാനും പറ്റുന്നില്ല. സ്വയം ഉരുകി തീരാനല്ലാതെ ഭ്രാന്ത് പിടിച്ചു പോകുമെന്ന് തോന്നുന്ന ചില നിമിഷങ്ങൾ. സങ്കടങ്ങൾ തരുന്നവർക്കറിയില്ല അത് അനുഭവിക്കുന്നവരുടെ അവസ്ഥ. മനസ്സ് എത്ര വേദനിച്ചാലും മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ മാറ്റിവെച്ച് ജീവിക്കുന്നവർ എപ്പോഴും ജീവിതത്തിൽ തോറ്റുപോകും. കാരണം അവർ തന്നെ നാളെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം ചെയ്തത് എന്ന്. നമ്മൾ ആർക്കു വേണ്ടി ജീവിച്ചോ അവർ തന്നെ നമ്മളെ ജീവനോടെ മരിച്ച അവസ്ഥയിലാക്കും. മിണ്ടാതിരിക്കുമ്പോൾ എന്തുപറ്റി എന്നൊരു ചോദ്യം, കണ്ണു നിറയുമ്പോൾ സാരമില്ല പോട്ടെ എന്നൊരു തലോടൽ, കാണാതാവുമ്പോൾ എവിടെയെന്നൊരു അന്വേഷണം, നീ ഒറ്റയ്ക്കല്ല ഞാനും കൂടെയുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. ഇത്രയൊക്കെ മതി ജീവിതം സുന്ദരമാക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.